ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി നാരായണദാസ് പിടിയിൽ. നാരായണദാസിനെ കസ്റ്റഡിയിലെടുത്തത് ബംഗളൂരുവിൽ നിന്നാണ്. അറസ്റ്റിൽ സന്തോഷമുണ്ടെന്ന് ഷീല സണ്ണി പറഞ്ഞു. ഈ നാരായണദാസൻ പറയുന്ന വ്യക്തിനെ എനിക്കറിയില്ല. അപ്പൊ ഈ അറിയാതെ ഒരു വ്യക്തി ആർക്ക് വേണ്ടി ഇത് ചെയ്തെന്ന് അറിയില്ലല്ലോ. ആദ്യം തുടങ്ങി ഞങ്ങൾ മരുമോൾ അവരെയാണല്ലോ ഞങ്ങൾ സംശയിച്ചത്. അവരാണ് തലേ ദിവസം വീട്ടിലുണ്ടായത്. മരുമോളും അനിയത്തിയുമാണ് വീട്ടിലുണ്ടായത്. അപ്പൊ നമുക്ക് സംശയം അവരുടെ മേലെ തന്നെയായിരുന്നു. പിന്നെ അന്വേഷണ സംഘമാണ് കണ്ടുപിടിച്ചത് ഈ നാരായണദാസ് പറയുന്ന ആള് മരുമോളുടെ അനിയത്തിയുടെ കൂടെ ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസിക്കുന്ന ആളാണെന്ന്. അപ്പൊ ഈ ചെറിയ കാലഘട്ട അളവില് അവർക്ക് എന്നോട് എന്ത് വെറുപ്പ് തോന്നിയെന്ന് എനിക്കറിയില്ല. ഈ മരുമോള് കല്യാണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ഈ സംഭവം നടക്കുമ്പോൾ 1 വർഷം 3 മാസം ആവണുള്ളൂ മോന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഈ ചെറിയ കാലഘട്ട അളവിൽ അവർക്ക് എന്നോട് എന്തിട്ട് ഇത്ര വെറുപ്പ് തോന്നാൻ കാരണമാണ് എനിക്കിപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലാവണില്ല. വിവരങ്ങളുമായി അനീഷ് ആന്റണിയാണ് ചേരുന്നത്. അനീഷ്, ഷീല സണ്ണിയുടെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. കാരണം ഈ ഒരു വ്യക്തിയെ ഷീല സണ്ണിക്ക് അറിയില്ല. പിന്നെ എന്തിനാണ് ഈ വ്യക്തി തനിക്കെതിരെ ഇത്തരത്തിലൊരു കള്ളക്കേസ് കെട്ടിച്ചമച്ചത് എന്നാണ് ഷീല സണ്ണി ചോദിക്കുന്നത്. തീർച്ചയായും കാളിദാസ്, അത് തന്നെയാണ് ഉത്തരം കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനുവേണ്ടി തന്നെയാണ് പിടികൂടിയ നാരായണദാസിനെ അന്വേഷണ സംഘം നാളെ തൃശ്ശൂരിൽ എത്തിച്ച് ചോദ്യം ചെയ്യുക. എന്തായാലും ഈ സംഭവം നടക്കുന്നത് 2023 ഫെബ്രുവരി 27-നാണ്. ഷീല സണ്ണിയുടെ സ്കൂട്ടറിലെ ബാഗിൽ നിന്നും LSD സ്റ്റാമ്പ് കണ്ടെത്തുന്നത്, ലഹരി വസ്തു കണ്ടെത്തുന്നത്. അന്ന് തന്നെ ഷീല സണ്ണിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ജയിലിൽ പോകേണ്ടി വന്നു. 72 ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഷീല സണ്ണി ജയിലിൽ കഴിയേണ്ടി വന്നത്. പിന്നീട് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുകയായിരുന്നു. ഇതിനുശേഷമാണ് പിടികൂടിയ ലഹരി സ്റ്റാമ്പ് വ്യാജമാണെന്ന് പിന്നീടുള്ള പരിശോധനാ ഫലം വന്നത്. ഇതിനിടയിൽ ഷീല സണ്ണിയുടെ ആകെ ഉള്ള ഒരു സമ്പാദ്യമായിരുന്നു ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ. ഈ 72 ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞു വന്നതോടുകൂടി ഈ ബ്യൂട്ടി പാർലർ വന്നിരുന്ന കസ്റ്റമേഴ്സും ഒന്നും വരാതെയായി. പിന്നീട് ഈ ബ്യൂട്ടി പാർലർ അടച്ചിടേണ്ടി വന്നു. പിന്നീട് വലിയ രീതിയിലുള്ള സമൂഹത്തിൽ വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളും തുറച്ച് നോട്ടങ്ങളുമൊക്കെയാണ് ഷീല സണ്ണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാരണം സാധാരണ ഒരു കേസിലല്ല ഷീല സണ്ണി ജയിലിൽ കഴിയേണ്ടി വന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, വലിയ ഒരു ലഹരി കേസിൽ തന്നെയാണ് ഷീല സണ്ണി കഴിഞ്ഞത്. അത് ആ ഒരു സംഭവം വലിയ മാനസികമായിട്ടുള്ള വിഷമമാണ് ഷീല സണ്ണിയിൽ ഉണ്ടാക്കിയത്. പിന്നീട് ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം എക്സൈസ് മന്ത്രി ഉൾപ്പെടെ അന്ന് പറഞ്ഞിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരുമെന്ന്. അതിനുശേഷം ഷീല സണ്ണി തന്നെ വക്കീൽ മുഖാന്തരം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ കേസ് വ്യാജ ലഹരി കേസിൽ ഇത് ഗൂഢാലോചന നടത്തിയത് ആരാണെന്നുള്ള രീതിയിലുള്ള കണ്ടെത്തൽ നടത്തണമെന്ന രീതിയിൽ കോടതിയെ സമീപിച്ചു. കോടതി ഇത്തരത്തിൽ അതിനുവേണ്ട ഉത്തരവ് നൽകുകയായിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് ഈ അന്വേഷണം പോലീസിലേക്ക് എത്തിയത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് പിന്നീട് അന്വേഷിച്ചത്. പിന്നീട് ഷീല സണ്ണിയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി. അന്ന് ഈ കേസെടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥന്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ പിടിയിലായ നാരായണദാസിനോട് ഉൾപ്പെടെ ഹാജരാകുവാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടെങ്കിലും നാരായണദാസ് ഹാജരായില്ല. എറണാകുളം സ്വദേശിയാണ് ഈ നാരായണദാസ് ഈ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയുടെ സുഹൃത്തു കൂടിയാണെന്നുള്ള കാര്യം പിന്നീട് അന്വേഷണ സംഘമൊക്കെ കണ്ടെത്തുകയുണ്ടായി. ഇവർ ഒരുമിച്ച് ബാംഗ്ലൂരിൽ താമസിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതോടെയാണ് അന്വേഷണം നാരായണദാസിലേക്ക് കേന്ദ്രീകരിക്കാനുണ്ടായ കാരണം. പിന്നീട് നാരായണദാസ് ഇതിനിടെ സുപ്രീം കോടതിയെ ഉൾപ്പെടെ സമീപിക്കുന്ന ഒരു ഘട്ടം വന്നു, മുൻകൂർ ജാമ്യത്തിനായി. പക്ഷേ ജാമ്യം ഒന്നും ലഭിച്ചില്ല. പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് ഈ അന്വേഷണ സംഘം ഈ നാരായണദാസുള്ള അന്വേഷണം ബാംഗ്ലൂരിൽ ആസ്ഥാനമാക്കി അവിടെ നടത്തി. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെയാണ് നാരായണദാസിനെ ബാംഗ്ലൂരിലുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നും പിടികൂടുന്നത്. നാരായണദാസിനെ നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ ഉച്ചയോടെ ചാലക്കുടിയിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും ഇത്തരത്തിൽ ഈ ഷീല സണ്ണിയെ ഈ ലഹരി കേസിൽ കുടുക്കാനുണ്ടായ കാരണം, ആരാണ് ഇതിന്റെ പിന്നിലുള്ള സൂത്രശാലി, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിരപരാധിയായ ഒരു സ്ത്രീയെ ഇത്ര വലിയൊരു കേസിൽ കുടുക്കപ്പെടാനുണ്ടായ കാരണം എന്നതുൾപ്പെടെ കാര്യങ്ങൾ പോലീസ് നാരായണദാസിനെ വിശദമായി ചോദ്യം ചെയ്യുന്ന മുറയ്ക്ക് പുറത്തു എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് സംഘവും അതുപോലെ തന്നെ ഷീല സണ്ണിയും ഉൾപ്പെടെയുള്ളവർ. കാളിദാസ്.
ശരി, വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ്, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മഞ്ഞപ്പിത്തം ബാധിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ ദുരൂഹത. മാള കല്ലൂർ അമ്പാടൻ വീട്ടിൽ രഞ്ജിത്താണ് മരിച്ചത്. രഞ്ജിത്ത് ജോലി ചെയ്തിരുന്ന എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനം